بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ ഖസസ് 29-30 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. فلما قضى موسى الأجل فلما ഇതിലെ മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. രണ്ട് ഹറക്കത്തിന്റെ അളവിൽ ഉന്നത്ത് നൽകി. ഖദാ എന്ന പദത്തിൽ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ് ഖാഫും ദ്വാദും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ദ്വാദിന്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം കൊടുക്കുക. അപ്പോൾ ഖദാ മൂസൽ അജല, ഇവിടെ മൂസൽ അജല ഹംസ ക്ലിയർ ആക്കി പറയണം. മറ്റക്ഷരങ്ങളൊക്കെയും വ്യക്തമാക്കി ഉച്ചരിക്കും. ഇതുവരെ ഖാഫിനും ദ്വാദിനും അലിഫിനും അല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് ഇസ്തിഫാലിന്റെ ഹർഫുകളായതുകൊണ്ട്. വസാറ വസാറ എന്ന് പറയുമ്പോൾ റായിന് മാത്രമാണ് തഫ്ഖീം, സീനിനും അലിഫിനും തർക്കീഖ്. അപ്പോൾ വസാറ വസാറ പറയേണ്ട വസാറ ബിഅഹ്ലിഹി ആനസ് വസാറ ബിഅഹ്ലിഹി എന്നതിലെ ദീർഘം ഹൗദ്ദമീറിനെ അതിന്റെ യാഇന് ഹൗദ്ദമീറിന്റെ യാഇന് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നാണ് അതിന്റെ പേര്. മദ്ദുസ്സിലത്തിൽ കുബ്ര, മദ് മുൻഫസിലിന്റെ അതേ വിധി തന്നെയാണ് ജായിസായ ദീർഘം. അപ്പോൾ ബിഅഹ്ലിഹി آنس من جانب الطور نارا آنس من جانب ആനസയിലെ ഹംസയുടെ ദീർഘം ശരിക്കും അത് മദ്ദുൽ ബദലാണ്. നമ്മുടെ റിവായത്ത് പ്രകാരം പ്രത്യേകിച്ച് ഹുക്മൊന്നും അതിനില്ല. ദീർഘിപ്പിച്ച് ഒതുക, 2 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം നൽകുക എന്നത് മാത്രമാണ്. ആനസ മിൻ ജാനിബ് സാക്കിനത്ത് അനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക, മറച്ചു മണിച്ചോദണം. മിൻ ജാനിബി ത്തൂരി നാറാ, അത്തൂർ താ തഫ്ഖീമിന്റെ ഹർഫാണ്. നിസ്ബിയ തഫ്ഖീം അതിന് കൊടുക്കുക. മിൻ ജാനിബി ത്തൂരി നാറാ, ത്തൂരി റായിന് തർക്കീഖാണ് കസ്റായതുകൊണ്ട്. നാറാ അവിടെ നാ എന്ന് പറയുമ്പോൾ അലിഫിൽ വരെയും തർക്കീഖാണ്. നൂനിനും അലിഫിനും ഒക്കെ തർക്കീഖ് ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. റാ എന്ന് പറയുമ്പോൾ റായിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം വരുന്നു. വഖഫ് ചെയ്യാതെ വരുമ്പോൾ നാറൻ ഖാല, ഇഖ്ഫാ ഹഖീഖി അവിടെ ഉണ്ടാകുന്നു. ആ ഇഖ്ഫായിൽ തൻവീനിന് തഫ്ഖീം കൊടുക്കണം. ശേഷം ഖാഫായതുകൊണ്ട്, ശേഷം ഖാഫ് വരുന്നതുകൊണ്ട്, ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫ് ശേഷം വരുന്നതുകൊണ്ട് തൻവീനിനെ മണിക്കുന്നതിൽ തഫ്ഖീമോട് കൂടിയായിരിക്കണം മണിക്കേണ്ടത്. അപ്പോൾ എന്ന് തടിപ്പിച്ചുകൊണ്ട് ചുരുക്കാം. ഖാലയിലെ ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഖാല എന്ന് പറയാം. ലാമിൽ തഫ്ഖീം ഉണ്ടാകാൻ പാടില്ല. ഖാല ലിഅഹ്ലിഹിം കുസൂ, ലിഅഹ്ലിഹിം കുസൂ എല്ലാ അക്ഷരങ്ങളും ക്ലിയർ ആക്കി വെച്ചിരിക്കുക. സാക്കിനത്ത മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവിയാണ് സാക്കിനത്ത മീമിനുള്ളത്. കുസൂ എന്ന് മുറിച്ചോതുകയാണെങ്കിൽ ഹംസക്ക് ضമ്മാണ് വരിക. കാരണം സാലിസുൽ ഫിഅലിന് ضമ്മുണ്ടെങ്കിൽ ഹംസത്തുൽ വസ്ലിനും ضമ്മ് നമ്മൾ പഠിച്ചതാണ്. കുസൂ എന്നാണ് അത് മുറിച്ച് വായിക്കേണ്ടത്. അങ്ങനെയാണ്. അങ്ങനെ വല്ല കാരണവശാലും ഇബ്തിദാ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ
ഉംകുസു സാക്കിനത്തായ മീമിന് ഇൽഹാർ ഷഫവി മണിക്കരുത് വെളിവാക്കുക. കാഫിന് ദമ്മുണ്ട്, മൂന്നാമത്തെ അക്ഷരം കാഫാണല്ലോ. സാലിസുൽ ഫിഅൽ, ഫിഅലാണ്, ക്രിയയാണ്, അതുകൊണ്ട് തന്നെ ഹംസക്കും ദമ്മ കൊടുക്കുക. ഉംകുസു ഇന്നി, ഉംകുസു എന്നതിലെ വാവിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അവിടെ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇന്നി നൂൻ മുശദ്ദദയെ മണിക്കുക. യായിലും മദ് മുൻഫസിൽ ജായിസ് വരുന്നു. ഇന്നി ആനസ്തു, അവിടെ ഇന്നി നൂൻ മുശദ്ദദക്ക് മണിക്കണം എന്ന് പറഞ്ഞു. യായിന് മദ് മുൻഫസിൽ ജായിസിന്റെ ദീർഘം കൊടുത്ത് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം അടുത്ത പദത്തിലാണ് ഹംസ വരുന്നത് എന്നതുകൊണ്ടാണ് ഈ ജായിസായ ദീർഘങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്നി ആനസ്തു നാറാ, ആനസ്തു നാറൻ ലഅല്ലി, ആനസ്തു ആനസ മേലെ വന്നു, മദ്ദുൽ ബദലാണ് ഹംസക്കുള്ളത്. അത് പ്രത്യേകിച്ച് ദീർഘം കൂടുതലൊന്നും കൊടുക്കേണ്ടതില്ല, തബീഇയ ദീർഘം തന്നെ. നാറൻ ലഅല്ലി, നാറൻ റൻ എന്ന തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് തൻവീനിന്റെ അല്പം പോലും ഉച്ചാരണമില്ലാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന നൽകി ഉച്ചരിക്കുക. നാറൻ ലഅല്ലി, നാറൻ ലഅല്ലി ആതീകും, റാഇന് തഫ്ഖീമാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. നാറൻ, നാറൻ ലഅല്ലി ആതീകും, ലഅല്ലി എന്നതിലെ യാഇന് മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ആതീകും മിൻഹാ ബിഖബർ, ആതീകും എന്ന ഹംസയുടെ ദീർഘവും എന്താണ്? മദ്ദുൽ ബദലാണ്. ആതീകും സാക്കിനത്തായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവിയാണ്, അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നും പറയാം. ആതീകും മിൻഹാ മണിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കുക മീമിനെ. എന്നാൽ ശേഷം സാക്കിനത്തായ നൂനുണ്ട് ആ പദത്തിൽ, ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. മിൻഹാ, മിൻഹാ. ആതീകും മിൻഹാ ബിഖബരിൻ ഔ ജദ്വതിൻ മിനൻ നാർ. ബിഖബരിൻ എന്ന് പറയുമ്പോൾ ഖാഇന് മാത്രം തഫ്ഖീം കൊടുക്കുക, ഖാഇന് മാത്രം തഫ്ഖീം കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്, എല്ലാം തർഖീഖിന്റെ അക്ഷരങ്ങളാണ്. ഖബരിൻ റാഇന് കസ്ര ഉള്ളതുകൊണ്ട് അതിനും തർഖീഖ്. അപ്പോൾ ബിഖബരിൻ ഔ ജദ്വതിൻ, ബിഖബരിൻ എന്ന തൻവീനിന് ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. തൻവീനിന് ശേഷം ഹംസ ഉള്ളതുകൊണ്ട് ഔ ജദ്വതിൻ, ജദ്വതിൻ ദാൽ വ്യക്തമാക്കി ഉച്ചരിക്കണം. അത് ജസ്വത്തിൻ എന്ന സ പോലെ ആയി പോരുത്, അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ഔ ജദ്വതിൻ മിനൻ നാർ, ജദ്വത്തിൻ എന്ന തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിനൻ നാരി നൂൻ മുശദ്ദദയെ മണിക്കുക. ലഅല്ലകും തസ്തലൂൻ, ലഅല്ലകും സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. തസ്തലൂൻ, സ്വാദിന് തഫ്ഖീം ശേഷം ത്വാഇനും തഫ്ഖീം. തഫ്ഖീം ചെയ്യേണ്ട ഖവിയായ 2 അക്ഷരങ്ങളാണ് ഇസ്തിഅലാന്റെ ഹർഫുകളിൽ പെട്ടതാണ് സ്വാദ് ത്വാ. തസ്തലൂൻ, തസ്തലൂൻ. തായിൽ തഫ്ഖീം വരരുത് എന്നത് ശ്രദ്ധിക്കണം. ഫലമ്മാ അതാഹ, മീമിനെ മണിക്കുക. മീം മുശദ്ദദ
അതിന്റെ ദീർഘാക്ഷരമായ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് കൊടുത്ത് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കാം അനുവാദമുണ്ട്. അടുത്ത പദത്തിലാണ് ഹംസ ഉള്ളത് എന്നതിനാൽ فلما أتاها نودي من شاطئ الوادي الأيمن من شاطئ. അവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മറച്ചു മണിക്കുക. من شاطئ الوادي الأيمن شاطئ എന്ന ത്വാഇന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, മക്സൂറത്തായതുകൊണ്ട്. ആ മണിക്കലിൽ ശരിക്ക് തർക്കീഖാണ്. സാക്കിനത്തായ നൂനിനെ മണിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലും തർക്കീഖ് ഉണ്ടായിരിക്കണം. പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ല, തഫ്ഖീമിന്റെ സമയത്താണ് നമ്മൾ പ്രത്യേകം പറയാറുള്ളത്. ഏതായിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മീൻ ഷാത്തി എന്നൊന്നും പറയണ്ട. അങ്ങനെ അബദ്ധത്തിൽ ചിലർ പറയാറുണ്ട്, മീൻ ഷാത്തി. അങ്ങനെ വേണ്ട, മറിച്ച് അവിടെ അൽ വാദ് എന്ന പദം എഴുതിയത് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആനിലെ മഹ്ദൂഫാത്ത് കുറേയുണ്ട്, ധാരാളം പദങ്ങൾ. ഇവിടെ യഥാർത്ഥത്തിൽ അൽ വാദി എന്നാണ്. അൽ വാദി, വാദി എന്നാൽ താഴ്വര എന്നർത്ഥം. ഇവിടെ അസ്ലിൽ അവിടെ യാവുണ്ട്. ഭാഷാപരമായി നോക്കുമ്പോൾ അസ്ലിൽ യാ ഉള്ള പദമാണത്. മറിച്ച് ഖുർആനിൽ യാ ഇല്ലാതെയാണ് റസ്മു വന്നിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വല്ല കാരണവശാലും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മിൻ ശാത്തിഇൽ വാദ്, ജാബു സ്വഖ്റ ബിൽ വാദ് എന്ന് സൂറത്തുൽ ഫജ്റിലൊക്കെ ഉണ്ടല്ലോ അല്ലേ, എന്നതുപോലെ ഇവിടെയും അൽ വാദ് എന്ന് യാ ഇല്ലാതെയാണ് വഖഫ് ചെയ്യുക. അപ്പോൾ മിൻ ശാത്തിഇൽ വാദിൽ അയ്മനി, അൽ വാദി, വാവ് ക്ലിയറാക്കി 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ വാദിൽ അയ്മനി ഫിൽ ബുഖഅത്തിൽ മുബാറക. ബുഖഅ ഖാഫിന് ഖൽഖല സൂറ കൊടുക്കുക, തഫ്ഖീമും കൊടുക്കുക. ബുഖഅതി ഫിൽ ബുഖഅത്തിൽ മുബാറകതി. തഫ്ഖീം അല്ല, മുബാറകതി. റാഹിന് മാത്രം തഫ്ഖീം കൊടുക്കുക, അൽ മുബാറകതി. മിനശ്ശജറതി, ഇതിലും റായിന് മാത്രമാണ് തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. മിനശ്ശജറതി അൻ യാ മൂസ. അൻ എന്ന സാക്കിനത്തായ നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്, യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൻ യാ മൂസ ഇന്നി. യാ മൂസ എന്നതിലെ അലിഫിന്റെ ദീർഘം. ഇന്നി അന. ഇവിടെ ഇന്നി എന്നതിലെ യാഇന്റെ ദീർഘം. ഇത് രണ്ടും തന്നെ മുൻഫസിൽ ജായിസാണ്. മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘാക്ഷരങ്ങളെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോൾ യാ മൂസ ഇന്നി, നൂൻ മുഷദ്ദദ മണിക്കണം. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മുൻഫസിൽ ദീർഘം വരില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നി എന്ന് പറഞ്ഞ് നിർത്തുക, 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം. ചേർത്ത് ഓതുമ്പോൾ മാത്രമാണ് മദ് മുൻഫസിൽ ജായിസ് അവിടെ വരിക. അപ്പോൾ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. അന എന്ന് വഖഫ് ചെയ്യുമ്പോഴാണ് അലിഫ് ഉണ്ടാവുക, ചേർത്തോതുമ്പോൾ അലിഫ് ഉണ്ടാവുകയില്ല. അപ്പോൾ അനല്ലാഹു, അനല്ലാഹു. അല്ലാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെയും തഫ്ഖീമാണ് ചെയ്യേണ്ടത്, തടിപ്പിച്ചുച്ചരിക്കണം. അത് ലാമാണ്.
അള്ളാഹു എന്ന് നാവ് പുറത്തും മുൻപല്ല് ടച്ച് ചെയ്തുകൊണ്ടും ഉച്ചരിക്കരുത്. മുൻപല്ല് നാവ് ടച്ച് ചെയ്തുകൊണ്ട്, നാവ് മുൻപല്ലിൽ സ്പർശിച്ചുകൊണ്ട് അള്ളാഹു എന്ന് പറയരുത്. മറിച്ച് ഉള്ളിൽ നിന്ന് അല്ലാഹു എന്ന് പറയുന്നതിനെ തഫ്ഹീമാക്കിക്കൊണ്ട്, അതിന് തടിപ്പിക്കൽ എന്ന തഫ്ഹീം കൊടുത്തുകൊണ്ട് മാത്രം ഉച്ചരിക്കുക. ലാമാണ്, ലാമിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അപ്പോൾ അനല്ലാഹു എന്ന് പറയേണ്ടത് അനല്ലാഹു എന്ന് പറയുക. അനല്ലാഹു റബ്ബുൽ ആലമീൻ. റാഇനും തഫ്ഖീം കൊടുക്കുക, പൂർണ്ണമായ തഫ്ഖീം. റബ്ബുൽ ആലമീൻ. ആലമീൻ എന്ന് ഐനിന് അലിഫിന് ഒക്കെ തർക്കീഖ് കൊടുത്തുകൊണ്ട്, ഇസ്തിഫാലിന്റെ ഹർഫുകളാണ് എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فلما قضى موسى الأجل وسار بأهله آنس من جانب الطور نارا قال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بخبر أو جذوة من النار لعلكم تصطلون. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أن يا موسى إني أنا الله رب العالمين.